السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ മഹാനായ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ നമ്മുടെ അവസരം മുതൽ പറഞ്ഞു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ അംബിയാഇന്റെ പാത പിൻപറ്റിക്കൊണ്ട് അവർ കാണിച്ചു തന്ന സന്മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ 35 സ്ഥലത്താണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. അവരുടെ മാതാവായ മറിയം ബീവിയെ സംബന്ധിച്ച് 9 സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. മഹാനായ ഈ പ്രവാചകനെ സംബന്ധിച്ച് 3 തരം വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളുകളെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒരു വിഭാഗം യഹൂദികളാണ്, അഥവാ ജൂതന്മാരാണ്. അവര് പറയുന്നത് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അവര് പ്രയോഗിച്ച വാക്ക് ജാരസന്താനം എന്നതാണ്. അല്ലാഹു അവരെ ശപിക്കുമാറാകട്ടെ, ലഅനത്തുല്ലാഹി അലൈഹി. രണ്ടാമത്തെ വിഭാഗം നസാറാക്കളാണ്. അവരുടെ വാദം ഹുവ ഇബ്നുല്ലാഹ്, ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണെന്നാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാ അപരാധം. ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെയും ശപിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങൾ
അള്ളാഹു അവരെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വാദം എന്താണ്? ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, ജാരസന്താനവുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ്. ഇതാണ് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവായ മറിയം ബീവിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് സൂറത്തുൽ മാഇദയിലെ 75-ാമത്തെ ആയത്തിൽ വഉമ്മുഹു സിദ്ദീഖത്തുൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മാതാവ് സിദ്ദീഖത്തുൻ, വളരെ സത്യസന്ധയായിരുന്നു. സിദ്ദീഖത്തുൻ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്, സത്യസന്ധയായിരുന്നു. അതുപോലെ തന്നെ സൂറത്തു തഹരീമിന്റെ 12-ാമത്തെ വചനത്തിൽ, സൂറത്തു തഹരീം 12-ാമത്തെ വചനത്തിൽ വകാനതു മിനൽ ഖാനിതീൻ എന്നാണ് അല്ലാഹു വിശേഷിപ്പിച്ചത്. അവർ ഏറെ അടക്കമുള്ള, ഒതുക്കമുള്ള, പടച്ചറബിനെ വല്ലാതെ ഭയപ്പെടുന്ന, വളരെ വിനയമുള്ള, വിനീതദാസിയായിരുന്നു എന്നാണ് ആ ഭാഗത്ത് അല്ലാഹു അവരെ സംബന്ധിച്ച് പ്രശംസിച്ചു പറഞ്ഞു. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് ഒരൽപ്പം വിശദീകരിക്കേണ്ടത് അവരുടെ മാതാവായ മറിയം ബീവിയുടെ ചരിത്രം തന്നെയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്ത് ചില കാര്യങ്ങളൊക്കെ മറിയം ബീവിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് അതൊന്നുകൂടി ഒരു ചുരുങ്ങിയ നിലക്കെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം ആരംഭിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീം وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعض والله سميع عليم إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم إن الله اصطفى നിശ്ചയം അല്ലാഹു തെരഞ്ഞെടുത്തു, ആദമിനെ തെരഞ്ഞെടുത്തു, വനൂഹൻ നൂഹിനെയും തെരഞ്ഞെടുത്തു. പ്രത്യേകത നൽകിക്കൊണ്ട് അല്ലാഹു ആദമിനെ തെരഞ്ഞെടുത്തു, നൂഹിനെയും തെരഞ്ഞെടുത്തു. വആല ഇബ്രാഹീമ, ഇബ്രാഹിം കുടുംബത്തെയും തെരഞ്ഞെടുത്തു. വആല ഇമ്രാന, ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തു. അലൽ ആലമീൻ, മറ്റു ലോകരേക്കാൾ ലോകത്ത് പ്രത്യേകമായ പദവിയും സ്ഥാനവും ഇബ്രാഹിം അലൈഹിസ്സലാമിന്, അതുപോലെ തന്നെ ഇമ്രാൻ കുടുംബത്തിന് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകി, അവരെ മഹത്വപ്പെടുത്തി, പ്രത്യേകം അവരെ തെരഞ്ഞെടുത്തു. അവരിൽ ചിലരിൽ നിന്ന് ചിലർ, അങ്ങനെ സന്താനങ്ങളും പരമ്പരകളും ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണോ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവരെയൊക്കെ മഹത്വങ്ങൾ നൽകിക്കൊണ്ട് തെരഞ്ഞെടുത്തു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനുമാണ്. തുടർന്നുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയെ സംബന്ധിച്ചുള്ള പരാമർശത്തിന് അവരെ മാതാവ് ഗർഭം ധരിച്ച ആ സാഹചര്യത്തെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാന, ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ, ഇന്നി നദർതു, എന്റെ രക്ഷിതാവേ, ഞാനിതാ എന്റെ വയറ്റിലുള്ള എന്റെ ഗർഭസ്ഥ ശിശുവിനെ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അതിനെ ഞാൻ നിന്റെ മാർഗത്തിൽ സ്വതന്ത്രമായി ഞാൻ നേർച്ചയാക്കുകയാണ്. ഫതഖബ്ബൽ മിന്നീ, എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനും.
ഞാൻ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ വളരെ വിശദമായി ഈ ഭാഗം പറഞ്ഞു പോയിട്ടുണ്ട് എന്നതിനാൽ. എന്നാൽ ഈ സൂചനകൾ ആവശ്യവുമാണ് നമ്മുടെ ഈ വിവരണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി. ഇമ്രാനിന്റെ ഭാര്യ എന്നാണ് അള്ളാഹു പറഞ്ഞത്, പേര് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അവരുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ചരിത്രങ്ങളിൽ നിന്ന് ഹന്ന എന്നായിരുന്നു അവരുടെ പേരെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവര് മറിയം ബീവിയെ ഗർഭം ധരിച്ചപ്പോ വയറ്റിലുള്ള കുട്ടി എന്താണെന്ന് അവർക്കറിയില്ല. ആണായിരിക്കും എന്ന അവരുടെ പ്രതീക്ഷയിലും അവരുടെ നിഗമനത്തിലുമാണ് അവര് ബൈത്തുൽ മുഖദ്ദസ് പരിപാലനത്തിന് വേണ്ടി ആ കാലഘട്ടത്തിൽ ജനിച്ചുണ്ടാകുന്ന ആൺകുട്ടികളെ പള്ളിയിലേക്ക് നേർച്ചയാക്കാറുണ്ടായിരുന്നു, ആ പള്ളിയിലെ ഇബാദത്തിനും പരിപാലനത്തിനും ഒക്കെ വേണ്ടി. അങ്ങനെ ആ ധാരണയിൽ, ആ പ്രതീക്ഷയിൽ മഹദി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്, റബ്ബേ, എന്റെ ഗർഭത്തിലുള്ള ഈ കുഞ്ഞിനെ ഞാനിതാ നിന്റെ മാർഗത്തിൽ നേർച്ചയാക്കിയിരിക്കുകയാണ്, നീ എന്നിൽ നിന്നത് സ്വീകരിക്കണം. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുകയാണ്. ഹുവ ആബിദും മിൻ ഉബ്ബാദി ബനി ഇസ്രായേൽ. ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട അല്ലാഹുവിന് ധാരാളമായ ഇബാദത്തുകൾ അനുഷ്ഠിച്ചിരുന്ന ഒരു ആബിദായ, ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സ്വാലിഹായ, വളരെ ഒരു മഹാരഥനായ ഒരു പണ്ഡിതനായിരുന്നു ആര്? ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹന്നയും അതുപോലെ തന്നെ സ്വാലിഹത്തായ ഒരു വനിതയായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ അവര് ഗർഭസ്ഥ ശിശുവിനെ ആൺകുട്ടിയായിരിക്കുമെന്ന പ്രതീക്ഷയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേരുകയാണ്. അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോ അവരവരെ പ്രസവിച്ചപ്പോൾ ഖാലത്ത് യാ മഹദി പറഞ്ഞു, റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ ആണല്ലോ. വല്ലാഹു അഅലമു ബിമാ വദഅത്, അതിന്റെ ഇടയ്ക്ക് അല്ലാഹ് പറയുകയാണ്, അല്ലാഹ്ക്കറിയാം അവരെന്തിനെയാണ് പ്രസവിച്ചതെന്ന്. വലൈസ സക്കറു കല്ലുൻസാ, പുരുഷൻ സ്ത്രീയെ പോലെയല്ലല്ലോ, ഞാൻ പുരുഷനാണെന്നാണല്ലോ വിചാരിച്ചത്. എന്തായിരുന്നാലും ഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ അവർക്ക് മറിയം എന്ന് പേര് വിളിച്ചിരിക്കുന്നു. പ്രസവം നടന്ന് ഉടനെ തന്നെ കുഞ്ഞിനവര് പേരും വെക്കുകയാണ്. അതോടെ ആ പ്രസവം നടക്കുന്ന ഉടനെ തന്നെ അവര് ആ ഉടനെ തന്നെ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി കാവലും ചോദിക്കുകയാണ്. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, അവൾക്കും അവരുടെ സന്താനങ്ങൾക്കും ആട്ടിയോടിക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ അതിന് പേര് കൊടുത്തു മറിയം എന്ന്. അതുപോലെ തന്നെ പ്രസവം നടക്കുന്ന നേരത്ത് തന്നെ ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ അല്ലാഹുവിനോട്, ആ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല കുഞ്ഞിന്റെ ഭാവിയിൽ വരാൻ പോകുന്ന സന്താനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷിതത്വത്തിന് വേണ്ടി മഹദിയായ ആ ബീവി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. മറിയം എന്ന പേര് വെച്ചു എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരൊരു മസ്അല ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ആ മസ്അല? ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒന്നാം നാളിൽ തന്നെ പേര് വെക്കാമോ, അതോ 7 വരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ? കുഞ്ഞ് ജനിച്ചാൽ ആദ്യ ദിനത്തിൽ പ്രസവിച്ച ഉടനെ തന്നെ പേര് വിളിക്കാമോ, അതോ 7-ാം നാൾ വരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞു, എന്ത്? വഹാദാ ദലീലുൻ അലാ അന്നൽ ഇൻസാന യജൂസു ലഹു അൻ യുസമ്മിയ വലദഹു അവ്വല മാ യൂലദ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇതിൽ തെളിവുണ്ട്. അലാ അന്നൽ ഇൻസാന, ഒരു മനുഷ്യന് യജൂസു ലഹു, അയാൾക്ക് അനുവദനീയമാണ്, അൻ യുസമ്മിയ വലദഹു, തന്റെ നവജാത ശിശുവിന് പേര് വിളിക്കൽ അവ്വല മാ യൂലദു, പ്രസവിച്ച ഉടനെ, പ്രസവം നടന്ന ഉടനെ തന്നെ പേര് വിളിക്കാം. അതിൽ യാതൊരു വിരോധവുമില്ല. ധാരാളം സംഭവങ്ങൾ അങ്ങനെയുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിനൊരു സഹോദരൻ ഉണ്ടായി, ഒരു അനിയനുണ്ടായി, അബ്ദുള്ള എന്നറിയപ്പെട്ട ഒരു അനിയനുണ്ടായി. അങ്ങനെ ആ കുഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ച ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആ പ്രസവം നടന്ന ഉടനെ തന്നെ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട്, നവജാത ശിശുവിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ഉടനെ തന്നെ പേര് വിളിച്ചത് അബ്ദുല്ലാഹ്. പ്രസവം നടന്ന ഉടനെ
പ്രസവം നടന്ന ഉടനെ അതിന് മധുരം കൊടുക്കാനും അതിന് പേര് വിളിക്കാനും ബറക്കത്തിന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ അധികകാലം ജീവിച്ചിരിപ്പുണ്ടായില്ലെങ്കിലും ഒന്ന് രണ്ട് ആൺകുട്ടികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മോനാണ് ഇബ്രാഹിം, മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയിൽ വിശ്വാസികളുടെ മാതാക്കളായി അറിയപ്പെടുന്ന മാതാവായി അറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരു മാതാവായ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹാ. ആ മഹദിക്ക് ജനിച്ച കുഞ്ഞ് ഇബ്രാഹിം എന്ന കുഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, ഉലിദ ലി അല്ലൈല വലദുൻ സമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എനിക്കിതാ ഇന്നത്തെ രാത്രി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ഒരു ആൺകുട്ടി എനിക്ക് ജനിച്ചിരിക്കുന്നു. സമ്മൈതുഹു, ഞാൻ അവന് പേര് വിളിക്കുന്നു, ബിസ്മി അബി ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പേര് കൊണ്ട്. മഹാനായ ഇബ്രാഹിം, മില്ലത്ത് അബീക്കും എന്നാണല്ലോ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതേ പേര് വിളിച്ചു തന്റെ പൊന്നോമന പുത്രന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ കുഞ്ഞ് അധികകാലം ജീവിച്ചില്ല. കുഞ്ഞുനാളിലെ ഇബ്രാഹിം വഫാത്തായിട്ടുണ്ട് എന്ന ചരിത്രം നമുക്കറിയാം, അത് ആവർത്തിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വേറെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുന്നുണ്ട്, ഉലിദ ലി ഗുലാമുൻ, എനിക്കൊരു ആൺകുട്ടി പിറന്നു. ഫഅതൈതു ബിഹി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചെന്നു. ഫസമ്മാഹു ഇബ്രാഹിം, കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കുട്ടിക്കും പേര് വിളിച്ചു ഇബ്രാഹിം. ജനിച്ച അന്ന് തന്നെ ഞാൻ കൊണ്ടുപോയതാണ്. അങ്ങനെ വഹന്നകഹു ബിതംറ, തമറത്ത് നാവിൽ വെച്ച് ചവച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തുപ്പുനീര്, ആ ഉമിനീര് എന്റെ കുഞ്ഞിന്റെ വായിൽ പടരാൻ കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരിന് മാത്രമേ ആ പ്രത്യേകത ഉള്ളൂ. അങ്ങനെ മധുരം കൊടുക്കാൻ ആ രൂപത്തിലുള്ള ഉമിനീരിന്റെ പ്രത്യേകമായ ബറക്കത്ത് ലോകത്ത് വേറൊരാളുടെ ഉമിനീരിനും ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരിന് മാത്രമാണ്. ആദ്യമായി ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ചെല്ലുന്ന ഭക്ഷണം തമറത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വായിൽ വെച്ച് നല്ലോണം കടിച്ച് ചവച്ച് പരുവത്തിലാക്കിയിട്ടൊരു തോണ്ട് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്തു. കുഞ്ഞത് നൊട്ടി നൊട്ടി അടക്കി. അതൊരു വല്ലാത്ത ഭാഗ്യം. അത് അവർക്ക് കിട്ടി, ആ കാലത്ത് കിട്ടി. എന്നത് കിട്ടൂല, എന്നത് വേറൊരാളെ കൊണ്ട് കിട്ടൂല. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് അതിനു വേണ്ടി പോയി. ആ നിലക്കുള്ള ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നൊരാളുടെ അടുത്തേക്കൊന്നും നമുക്ക് പോകാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് വേണ്ടി വദഅലഹു ബിൽ ബറക, കുഞ്ഞിന്റെ എല്ലാ പുരോഗതിക്കും വളർച്ചക്കും ബറക്കത്തിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്തു. ഇത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വേറെ ചില ഹദീസുകളിൽ 7ന്റെ അന്ന് പേര് വിളിച്ചു എന്നും കാണാം. ഇത് രണ്ടും കൂടെ ജംഅ് ചെയ്തുകൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട്, ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ഇത് രണ്ടും അനുവദനീയമാണ്. ജനിച്ച അന്ന് തന്നെ പേര് വിളിക്കാം, പിറ്റേന്ന് വിളിക്കാം, 7ന് വിളിക്കാം, ഒക്കെ വിളിക്കാം. അതിലൊന്നും ഒരു ബിദ്അത്ത് എന്ന് പറയാവുന്നതോ കുറ്റകരമായതോ തെറ്റായ സംഗതിയോ ഇല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ മകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. മകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പ്രസവം നടക്കുന്നതോടുകൂടി തന്നെ, ആ പ്രസവ വേളയിൽ തന്നെ അവർ പ്രാർത്ഥിക്കുകയാണ്, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഞാനിതാ നിൻ മുഖേന അവൾക്ക് കാവലിനെ ചോദിക്കുകയാണ്, അവരുടെ സന്താനങ്ങൾക്കും മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന്. നമ്മൾ ഇത് പറഞ്ഞപ്പോ മുമ്പും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുക. അത് പറഞ്ഞപ്പോ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും, വിഷജീവികളുടെ വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, ആക്ഷേപകാരിയായ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിന്റെ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബിനോട്
കാവൽ ചോദിക്കുന്നു എന്ന് തന്റെ പേരമക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, ഇത് നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വേണ്ടിയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് വേണ്ടിയും കാവൽ ചോദിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയും കാവൽ ചോദിക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത്. ജനിച്ചു വീഴുന്ന മക്കൾക്ക് വേണ്ടി ഗർഭത്തിലായിരിക്കെ തന്നെ തുടങ്ങണം പ്രാർത്ഥന. അവർക്ക് പൈശാചികമായ ശർറുകളില്ലാതിരിക്കാൻ, ദീനിന്റെ മക്കളായി മാറാൻ, നല്ലവരായി മാറാൻ, പഴച്ചു പോകാതിരിക്കാൻ, അവരുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കണ്ണ്, എപ്പോഴും അവരുടെ നന്മക്ക് വേണ്ടി. ഇന്ന് ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വരും തലമുറക്ക് വേണ്ടി പോലും അവരുടെ പ്രാർത്ഥന എന്താണ്? മറിയം ബീവിക്ക് മാത്രമല്ല, മറിയമിന് ജനിക്കാൻ പോകുന്ന സന്താനത്തിനെന്നാ പറയുന്നത്. ഭാവിയെ കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന നല്ലൊരു സമൂഹം വളരണം, നല്ലൊരു തലമുറയായിരിക്കണം ഭാവിയിൽ ഇവിടെ ഉണ്ടാകേണ്ടത്. നല്ലൊരു സംസ്കാരമുള്ള തലമുറയായിരിക്കണം, ദീനുള്ളവരായിരിക്കണം, ദീനിന്റെ പ്രചരണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന നല്ലവരായിരിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തും അങ്ങനെ പറയുന്നുണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ കൺകുളിർമ തരണം, കൺകുളിർമ തരണം. അവസാനം പറയുന്നത് വജഅൽനാ, നീ ഞങ്ങളെയാക്കണേ, ലിൽ മുത്തഖീന, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഇമാമാ, അവർക്ക് മാതൃകയാകാൻ മാത്രം നീ ഞങ്ങളെ യോഗ്യരാക്കണേ. മുത്തഖീങ്ങൾക്ക് നേതാവാകാൻ മാത്രമുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് തരണം, നിങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ തരണം എന്ന് കൃത്യമായും ഒരു നല്ല തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദുആ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ, പക്ഷെ അതൊക്കെ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും കേവലം അധര വ്യായാമങ്ങളായി അധപ്പതിക്കുന്നുവോ എന്ന് 100 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴും പറയാറുണ്ട്, ആവർത്തിക്കുകയാണ്. ആവർത്തനത്തിൽ വിരസത തോന്നണ്ട. നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാ പറയുന്നത്. ദുആകളുടെ അർത്ഥം പഠിച്ചാലല്ലാതെ മനസ്സിൽ തട്ടൂല. ദുആകളുടെ ആശയം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാലല്ലാതെ അത് മനസ്സിനെ സ്വാധീനിക്കില്ല. അറിഞ്ഞു പറയണം, അറിഞ്ഞു പറയണം. നിസ്കരിക്കാൻ നേരത്ത് മദ്യം നിഷിദ്ധമാക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോ മദ്യം കുടിക്കരുതെന്നാണ് ഇസ്ലാം പറഞ്ഞത്. വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുഖാറ, നിങ്ങൾ മദ്യപിച്ച് ലഹരി പിടിച്ച മത്തന്മാരായിരിക്കെ, മസ്താന്മാരായിരിക്കെ നിങ്ങൾ നിസ്കാരത്തോട് അടുക്കരുത്. അന്ന് മദ്യം നിഷിദ്ധമാക്കിയ നിയമം ഇറങ്ങിയിട്ടില്ല. അത് നിഷിദ്ധമാക്കുന്നതിലേക്കുള്ള പടിപടിയായ നിയമങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ രണ്ടാമതായി പറഞ്ഞ നിയമം ഇതായിരുന്നു: നിങ്ങൾ നിസ്കാരത്തിന് അടുക്കുന്ന നേരത്ത് നിസ്കാരത്തോട് നിങ്ങൾ മദ്യപന്മാരായി കൊണ്ടടുക്കരുത്. എന്താ അവിടെ കാര്യം പറഞ്ഞത്? ഹത്താ തഅലമൂ മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. മദ്യപിച്ചതിന് പറ്റൂല, മദ്യപിച്ചതിന് പറ്റൂല, നിങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാവില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ മദ്യപിക്കാതെ തന്നെ മത്തന്മാരായി മാറുകയല്ലേ? നമ്മളെന്തോ പറയുന്നത്. നിസ്കാരത്തിലാണ് കൈ കെട്ടിയ ഒരു വജ്ജത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് വരും, പിന്നെ അതങ്ങനെയാണ് തുടരും. അതങ്ങനെ പോയിട്ട് അത്തഹിയാത്തിൽ ഇങ്ങനെ ഇരുന്ന് ഒരു സ്പീഡിലൊരു അത്തഹിയാത്ത് ചൊല്ലി അതിന്റെ സ്പീഡിനെങ്ങാനും ഒരു താളഭംഗമോ അതിൻ്റെതായ ആ കൃത്യമായി നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന സ്പീഡിന് ഒരു കമ്മിയോ ഒക്കെ വന്നാൽ തെറ്റും ചെയ്യും. അങ്ങനെ കൃത്യമായാണ് പറഞ്ഞു സീദ് ജാലും പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത്. എന്തേ നീ അത്തഹിയാത്തിൽ ചോദിച്ചത്? എന്തേ നീ നിന്റെ 2 സുജൂദുകൾക്കിടയിൽ അള്ളാഹുവിനോട് കെഞ്ചി ചോദിച്ചത്? എന്തേ നിന്റെ എഴുത്തുദാരിലും മറ്റവസരങ്ങളിലുമൊക്കെ നീ അള്ളാഹുവിനോട് പറഞ്ഞത് എന്ന് ചോദിച്ചാ എനിക്കറിയൂല. അങ്ങനെ മതിയോ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്, നമ്മൾ നിസ്കാരത്തിന്റെ അകത്താവട്ടെ പുറത്താവട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുആകൾ, ദിക്റുകൾ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പറയാൻ ഇനിയും വൈകിക്കൂടാ. ഒരു ദിവസം ഒരു പ്രാർത്ഥനയുടെയെങ്കിലും അർത്ഥവും ആശയവും പഠിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ മുമ്പ് കേവലം ചുണ്ടുകൾ കൊണ്ട് കേവലം നടത്തിയിരുന്ന പ്രാർത്ഥന പോലെ ആവില്ല, ഉറപ്പാണ്. നിങ്ങളൊന്ന് അർത്ഥം ഗ്രഹിച്ചുകൊണ്ടൊന്ന് നിസ്കരിച്ചു നോക്ക്. നിങ്ങളുടെ ശ്രദ്ധയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അള്ളാഹുവിനോട് അറിഞ്ഞുകൊണ്ട് തേടുന്നതും അറിയാതെ തേടുന്നതും തമ്മിൽ വ്യത്യാസങ്ങളാണത്.
നിസ്കാരത്തിന്റെ അകത്ത് റബ്ബേ എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ, എന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാക്കണേ, ആരോഗ്യം തരണേ എന്നൊക്കെ നമ്മൾ അർത്ഥം അറിയാതെ പറയുമ്പോ മനസ്സിൽ സ്വാധീനിക്കാത്തവർ നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ കരഞ്ഞ അല്ലാഹ് സുഖല്ല, പടച്ചോനെ ഒരുപാട് അസുഖങ്ങളുണ്ട്, ടെസ്റ്റ് ചെയ്തപ്പോ പല പ്രയാസങ്ങളുണ്ട്. ഇതേ കാര്യം നിസ്കാരത്തിൽ 2 സുജൂദിനിടയിൽ ഇരുന്നപ്പോ ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ആഫിനി, എനിക്ക് ആരോഗ്യം തരണം. അപ്പൊ മനസ്സിൽ തട്ടിയില്ല. എന്നാ നിങ്ങൾ മലയാളത്തിൽ പിന്നെ പറഞ്ഞപ്പോ നിങ്ങളുടെ വേദനയും പ്രയാസവും പറഞ്ഞപ്പോ നിങ്ങൾ കരഞ്ഞു, നമ്മൾ കരഞ്ഞു. കണ്ണിൽ നിന്ന് ഇങ്ങനെ ജലത്തുള്ളികൾ ഇറ്റി വീണു നമ്മുടെ കൈക്കുമ്പിളിലേക്ക്, താടിയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി. എന്തേ നിസ്കാരത്തിന്റെ അകത്ത് ഇതൊക്കെ പറഞ്ഞപ്പോ സ്വാധീനിക്കാതെ പോയത്? എന്തേ നമ്മുടെ മനസ്സിൽ അത് പിടിച്ചു കുലുക്കാഞ്ഞത്? അറിഞ്ഞിട്ടില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്, എന്റെ ഭാഷയിൽ ഞാനാണ് പറഞ്ഞപ്പോ എനിക്കത് വല്ലാതെ കൊണ്ടു. അപ്പൊ കരയാൻ തുടങ്ങി ഞാൻ. ഈ ഒരു വ്യത്യാസമല്ലേ സഹോദരങ്ങളെ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ വ്യത്യാസമല്ലേ ഇത്? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ് നമ്മൾ പറയുന്നതെന്ന് അറിഞ്ഞു പറഞ്ഞു നോക്കൂ. അതിനൊരു പ്രത്യേകമായ മാധുര്യവും ഹൃദയത്തിൽ അതിനൊരു ആഴ്ന്നിറങ്ങലും കൃത്യമായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒക്കെ നമ്മുടെ മനസ്സിൽ വരണം, എന്തായി ചോദിക്കുന്നത്? ഇവിടെ മറിയം ബീവിക്ക് വേണ്ടി, അവർക്ക് പിറക്കാൻ പോകുന്ന സന്താനത്തിന് വേണ്ടിയൊക്കെ ഉമ്മ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആരോടാ കാവൽ ചോദിക്കേണ്ടത്? പഠിപ്പിച്ചു മറിയം ബീവിയെ ഗർഭം ധരിച്ചു പ്രസവിക്കുന്ന നേരത്ത് ഉമ്മ. ആരോടാ കാവൽ ചോദിക്കേണ്ടത്? ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്കും വേണ്ടി കാവൽ ചോദിക്കേണ്ടത് ആരോടാണ്? റബ്ബല്ലാത്ത ആരോടെങ്കിലുമാണോ? അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തകിട് കെട്ടലാണോ? കുട്ടികളുടെ കൈകളിൽ ചരട് കെട്ടലാണോ? അരയിൽ ഇങ്ങനെ കറുത്ത ചരടും മറ്റു നിറത്തിലുള്ള ചരടുകളും കെട്ടലാണോ ശൈത്താനിൽ നിന്ന് അവർക്ക് രക്ഷയേകാനുള്ള മാർഗം? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്ത് ഐക്കല്ലെഴുതി കെട്ടലാണോ? ഉറുക്കും മേലസുമാണോ? അല്ല, മഹദി പ്രാർത്ഥിച്ച് കാണിച്ചു തന്നു, അല്ലാഹുവേ നിന്നെ കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അള്ളാഹിനോട് കാവലിന് ചോദിച്ചു, വേറൊരാളോടും കാവലിന് ചോദിക്കാനില്ല. വേറൊരാളോട് നമുക്ക് രക്ഷ തേടാനില്ല. നമുക്ക് അഭയം ചോദിക്കാൻ, നമുക്ക് രക്ഷ തേടാൻ, നമുക്ക് ശരണം തേടാൻ ഏകനായ റബ്ബല്ലാതെ മറ്റാരുമില്ല. അവനിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുൽ മുസ്തആൻ അലൈഹി തുക്ലാൻ. റബ്ബിന്റെ മേൽ മാത്രമാണ് നമ്മൾ സഹായം ചോദിക്കപ്പെടുന്നത്. അവനോട് മാത്രം നമ്മൾ സഹായം തേടുന്നു, അവനിൽ മാത്രം നമ്മൾ കാര്യങ്ങളെല്ലാം ബരമേൽപ്പിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മറിയം ബീവിക്ക് വേണ്ടി ഉമ്മ ദുആ ചെയ്യുകയാണ്. അതിൽ നമുക്ക് മാതൃകയുണ്ട്. അല്ലാഹു ഉടനെ ആ ദുആ സ്വീകരിച്ചു. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ. ഫതഖബ്ബലഹാ ഉടനെ അവരുടെ റബ്ബ് അവരുടെ ദുആ സ്വീകരിച്ചു. ബിഖബൂലിൻ ഹസൻ, ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള സ്വീകരണം. അങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള ഒരു വളർത്തൽ അവരെ വളർത്തുകയും ചെയ്തു. മറിയം വളർന്നു വരികയാണ്. ഏറ്റവും നല്ലവനായ ഒരു വ്യക്തിക്ക് കഫാലത്ത് കിട്ടി. അവരുടെ സംരക്ഷണം സക്കരിയ അലൈഹിസ്സലാം ഏറ്റെടുക്കുന്നു. നറുക്കെടുപ്പ് നടന്നു. കാരണം ആ രാജ്യത്ത് ഏറ്റവും പേരുകേട്ട പ്രശസ്തനായ, ആ രാജ്യത്ത് കഴിഞ്ഞുപോയ മഹാരഥനായിരുന്നു ആര്? ഇമ്രാൻ. ആ ഇമ്രാനിന്റെ മോള മഹാരഥനായ ഒരു നേതാവിന്റെ മകളുടെ കഫാലത്ത് ആരേറ്റെടുക്കും എന്ന് പറയുമ്പോ എല്ലാരും അതിന് മത്സരിക്കുകയാണ്. ഞാൻ ഏറ്റെടുക്ക. കാരണം അതാ ബാപ്പന്റെ പവർ. നല്ലൊരു ബാപ്പന്റെ മോനായപ്പോ മോനെ ആദരിക്കാനും മകളെ ആദരിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ, ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ വന്നപ്പോ യുൽഖൂന അഖ്ലാമഹും, അവര് നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നു. അയ്യുഹും യക്ഫുരു മറിയം, ആര് മറിയമിന്റെ കഫാലത്ത് ഏറ്റെടുക്കണമെന്ന്. കാരണം ഇഷ്ടം പോലെ ആളുകൾ തള്ളി തിരക്കി കയറാണ്. കാരണം എന്താ? അവരേറെ ആദരിക്കുന്ന മഹാരഥനായ ഇമ്രാൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന്റെ അവർക്ക് പറഞ്ഞ അവരുടെ സന്താനത്തെ കഫാലത്ത് എനിക്ക് കിട്ടണം എന്ന ആഗ്രഹം. ഇമ്രാനിനെ സംബന്ധിച്ച് ചില അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. ഇമ്രാൻ ഒരു നബിയാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതിനടിസ്ഥാനമില്ല. നബിയാണെന്ന് വാദിക്കുന്നു എന്ന് മാത്രമല്ല, സലാലയിൽ പോയി നോക്കിയാൽ 110 അടി നീളമുള്ള ഒരു ജാറം കാണാൻ സാധിക്കും. 110 അടി നീളമുള്ള ഒരു ജാറം. എത്രയുടെ നീളം?
ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആളെ വ്യക്തമായിട്ടാണ് മനസ്സിലാവില്ല. അത്ര നീണ്ടു കിടക്കുന്ന പച്ചപുതച്ച് കിടക്കുന്ന ഒരു ജാറ്. അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, എന്ത്? ഇമ്രാൻ നബിയുടെ ജാറെന്ന്. ആലോചിച്ച് നോക്കണം, അടിസ്ഥാനല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അങ്ങനെ പലരുടെയും പേരിൽ വ്യാജരൂപത്തിലുള്ള ഖബറുകൾ ലോകത്ത് പലയിടങ്ങളിലും ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പല മഹാരഥന്മാരുടെയും പേരിൽ ജാറങ്ങൾ ഇന്ന ഭാഗത്തുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാനമില്ല. ലോകത്ത് അറിയപ്പെടുന്ന ഒരു തർക്കവുമില്ലാതെ അറിയപ്പെട്ട ഏക ഖബറേയുള്ളൂ, അത് ഏക നബിയായ മഹാനായ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ. അവർ അവസാനമായി സമയം ചെലവഴിച്ച നമ്മുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ താമസിച്ചിരുന്ന ഹുജറയിൽ അവിടെയാണ്. മറ്റാരുടെ ഖബറുകളും വളരെ കൃത്യമായി തർക്കമില്ലാത്ത നിലക്ക് അറിയപ്പെട്ടതായി ലോകത്ത് ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഫലസ്തീനിലുണ്ട് എന്ന് പറയപ്പെടും. അതുപോലെ തന്നെ അങ്ങനെ പലരുടെയും. എന്നാൽ ഒരു നബിയുടെ പേരിൽ തന്നെ ഒരുപാട് ജാറങ്ങൾ പലയിടത്തും പല ആളുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അതിനൊക്കെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അമ്പിയാക്കളുടെ പേരിൽ മാത്രമല്ല, ഔലിയാക്കൾ എന്ന് പറയുന്നവരുടെ പേരിലും ധാരാളം ഖബറുകൾ. ഒരാളുടെ പേരിൽ തന്നെ പലയിടത്തും വ്യാജം അങ്ങനെ ഉയരുകയാണ്, ആളൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പിന്നെന്താണ് വിശ്വാസം? അവരൊക്കെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയാണ്. അവരിങ്ങനെ ഊളിയിട്ട് പോയി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അവിടെ ഉണ്ടാവും, നാളെ അവിടെയാണെങ്കിൽ മറ്റന്നാൾ വേറൊരിടത്തുണ്ടാവും. ഇഷ്ടം പോലെ ഖബറുണ്ടെങ്കിൽ അവിടെയൊക്കെ അവർ വന്ന് കിടക്കുന്നതാണ്. സഹോദരങ്ങളെ, എന്തൊരു അന്ധവിശ്വാസം! കേരളം ഇതിന് അപവാദമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെയാണ് ഇതിന്റെയൊക്കെ കേന്ദ്രം. നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഇന്നും ഒരു യാഹൂ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ 2 ഖബറുകളാണ്, ഇരട്ട ഖബറുകളാണ് കേരളത്തിൽ തിരൂരിലുള്ളത്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ഓരോരുത്തർക്കും കിട്ടണമെന്ന് 2 കൂട്ടർക്കിടയിൽ തർക്കമായി. കാരണം ബോഡിക്ക് വലിയ വരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കെന്നുള്ള നിലക്കാണ് തിരക്ക്. അങ്ങനെ അവിടെ ഒരു പരസ്പരം ഭയങ്കരമായ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ എത്തി എന്നാണ് അവർ തന്നെ ഉണ്ടാക്കിയ ചരിത്രം. അങ്ങനെ അന്ന് എല്ലാവരും തീരുമാനമാകാതെ പോയി കിടന്നുറങ്ങിയപ്പോ അദ്ദേഹം സ്വപ്നത്തിൽ വന്നിട്ട് 2 കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കണ്ട, എന്റെ പേരിൽ നിങ്ങൾ കലവില കൂട്ടണ്ട, നിങ്ങൾ 2ഇടത്തും ഓരോ ഖബർ ഉണ്ടാക്കിക്കോളൂ, എന്റെ പേരിൽ നിങ്ങൾ പ്രശ്നമൊന്നും വിചാരിക്കണ്ട, ഞാൻ അവിടെയും ഇവിടെയും മാറി മാറി കിടന്നോളാം. അങ്ങനെ ഇന്ന് തിരൂരിൽ പുതിയങ്ങാടിയിൽ 2 ഖബറുണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തിന് ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള അന്ധവിശ്വാസങ്ങളാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് അള്ളാഹു തആല ഇസ്സത്തും നേർവഴിയിലേക്കുള്ള കൃത്യമായ നിലക്കുള്ള പ്രയാണത്തിനുള്ള അവസരവും നൽകിക്കൊണ്ട് എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയാതെ ഒരുപാട് പാവങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന ധാരണയിൽ അതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നുണ്ട്. നമ്മൾ അവരെയൊക്കെ തിരുത്തണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ സാധുക്കളാണ്, അവരറിവില്ലാത്തവരാണ്, അവരെ പലരും പറഞ്ഞു പറ്റിക്കുകയാണ്. അവരെ ഒന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്, അവരോടൊന്നും ദേഷ്യം വെക്കുകയല്ല വേണ്ടത്. ഒരുപാട് സാധുക്കളുടെ അറിയാതെ കുടുങ്ങിപ്പോയവർ, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് സഹോദര വസ്തുത, ഇതാണ് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇമ്രാൻ എന്ന് പറയുന്ന ആൾ ഒരു നബിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന രാജ്യത്ത് ഒരു ജാറവും കെട്ടിയിട്ട് അതിങ്ങനെ ഒരു പ്രത്യേകമായ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന കക്ഷികൾ ലോകത്ത് ഇന്നുമുണ്ട്. അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കാനാണ്. അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു. ആബിദും മിൻ ഉബാദി ബനി ഇസ്രായീൽ എന്നാണ് ചരിത്രങ്ങളിൽ തഫ്സീറുകളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയത്. നല്ലൊരു മനുഷ്യൻ, അല്ലാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്ന ഒരു ആബിദ്, മഹാരഥൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹന്ന എന്നായിരുന്നു. അവർക്ക് പിറന്ന മോളാണ് മറിയം. അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു തആല അവരെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലവരുടെ നേതൃത്വത്തിലും ശിക്ഷണത്തിന് കീഴിലുമായി കൊണ്ട് മഹദി വളരെയാണ്. സക്കരിയ നബിക്കാണ് കഫാലത്ത് കിട്ടിയത്. സക്കരിയ നബിക്കാണ് ഏറ്റവും മഹാനായ ഒരു നബിയുടെ നേതൃത്വത്തിൽ കീഴിൽ ശിക്ഷണത്തിൽ വളരാൻ സാധിക്കുക. ആ ദുആയുടെ ഫലാണതൊക്കെ, ഉമ്മാന്റെ മനസ്സുപൊട്ടിയുള്ള ദുആയാണതൊക്കെ. മോളെ കാക്കണം, നല്ലതാക്കണം. കണ്ടോ, സാഹചര്യങ്ങളൊക്കെ റബ്ബാ ദുആയുടെ ഫലം. ഉമ്മമാര് മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയാ നന്നായി.
പ്രാർത്ഥിച്ച് കിട്ടിയാൽ നന്നായി. എതിരെ പ്രാർത്ഥിക്കാതിരിക്കാൻ നോക്കും വേണം. എതിരെ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്കെതിരെ ഒരു വാക്ക് പറയാനുള്ള സാഹചര്യം പേടിക്കണം, ഉണ്ടായിത്തീരരുത്. അതേ അവസരത്തിൽ നമ്മെക്കുറിച്ച് അവര് നല്ലത് പറയാനും നമുക്ക് വേണ്ടി അവരുടെ ചുണ്ടുകൾ പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി അവരുടെ കരങ്ങൾ വാനലോകത്തേക്ക് ഉയരാനും ഒക്കെയുള്ള പണി നമ്മൾ എടുക്കണം. അവരുടെ ബഹുമാനം നേടണം, അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റണം. എങ്ങനെ അള്ളാഹുവിന് വെറുപ്പില്ലാത്ത എന്ത് സംഗതി അവർ നമ്മോട് പറഞ്ഞാലും വളരെ ഇഷ്ടത്തോടെ അനുസരിച്ചുകൊണ്ട് അവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കണം. അങ്ങനെ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റണം. അവരൊക്കെ നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിട്ടിയ രക്ഷപ്പെട്ടു. നമ്മളും സാലിഹീങ്ങളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, അതൊക്കെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. അള്ളാഹു പറയാണ് ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅൻബതഹാ നബാതൻ ഹസനാ വകഫലഹാ സകരിയാ കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ്. പിന്നെ കണ്ട അത്ഭുതം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മണ്ഡപത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ വിഭവസമൃദ്ധമായ റിസ്ക് കാണുമ്പോൾ എവിടുന്ന് കിട്ടി മറിയമേ അന്നാലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കണക്കല്ലാതെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമല്ലോ. ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, എന്റെ റബ്ബ് തന്നതാണ് എന്ന മഹദിയത സന്തോഷത്തോട് മറുപടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള അത്ഭുതകരമായ അനുഗ്രഹീതയായിരുന്നു മറിയം ബീവി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അവർക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമുല മിനർ റിജാലി കസീർ. പുരുഷന്മാരിൽ നിന്ന് ധാരാളക്കണക്കിന് ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പൂർത്തീകരണവും നല്ല രൂപത്തിലുള്ള സ്ഥാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ധാരാളം പുരുഷന്മാർക്ക് അങ്ങനെ സ്ഥാനങ്ങൾ കിട്ടിയവരുണ്ട്. പക്ഷേ വലം യക്മുൽ മിനൻ നിസാ ഇല്ലാ ആസിയ ഇംറഅത ഫിർഔൻ വമറിയം ബിനതു ഇമ്രാൻ. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഫറോവയുടെ ഭാര്യ ആസിയയും അതുപോലെ തന്നെ ഇമ്രാന്റെ പുത്രി മറിയമുമല്ലാതെ പൂർത്തിയായവരില്ല. അതാ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. അന്ന് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും അന്ന് ഓരോരുത്തരും അവരായിരുന്നു ആ യുഗത്തിലെ ഏറ്റവും ധീരവനിതകൾ. പരിശുദ്ധ ഖുർആനിൽ ഇംറാത്തു ഫിർഔൻ എന്ന് പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മറിയം ബീവി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നത് ഇന്ന ഫളല ആയിഷത അലൻ നിസാ കഫളലിസ് സരീദി അലാ സായിരി ത്വആം. ആയിഷക്കുള്ള പ്രത്യേകത മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച്, മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് ശരീരം എന്ന് പറയുന്ന ഭക്ഷണത്തിനുള്ള സ്ഥാനം പോലെയാണ്. അറബികൾക്കിടയിൽ മാവും അതുപോലെ തന്നെ മാംസവും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് വിഭവസമൃദ്ധമായിട്ടുണ്ടാക്കിയിരുന്ന വിഭവമാണ് സരീദ്. നമുക്ക് പരിചയമുള്ള സരീദല്ല കേട്ടോ, അതായിക്കൊള്ളുന്നില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സരീദ്, അതിൽ ലഹ്മും ഉണ്ടാകും, അതിൽ ഹുബ്സും ഉണ്ടാകും, അതിൽ സമനും ഉണ്ടാകും, അങ്ങനെ പലതും ചേർത്ത് വിഭവസമൃദ്ധം. അതിന് വലിയ സ്ഥാനമായിരുന്നു മറ്റു ഭക്ഷണങ്ങളെക്കാൾ. അപ്പൊ അത്ര ആ പദവി ആയിഷാക്ക് മറ്റ് സ്ത്രീകളെ, ജീവിച്ചിരുന്ന മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് അവർക്ക് മഹത്വം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലോ മറിയം ബീവിയെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും അവർ ഉന്നതയായ ധീരയായ വനിതയാണെന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞിട്ടുണ്ടെന്ന്, ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ പുത്രി ഖദീജ, അവരും അവരുടെ കാലഘട്ടത്തിലെ ഉന്നത വനിതയായിരുന്നു. അവർക്കൊക്കെ സ്ഥാനമുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആസിയ ബിബി റളിയല്ലാഹു അൻഹ, മറിയം ബിൻത് ഇമ്രാൻ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകളെ ആ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران ഇമ്രാനിന്റെ മോളായ മറിയമും
التي أحصنت فرجها فنفخنا فيه من روحنا فصدقت بكلمات ربها وكتبه وكانت من القانتين. സൂറത്തു തഹരീമിലെ 12-ാമത്തെ ആയത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇമ്രാനിന്റെ പുത്രിയായ മറിയമും അവർ അവരുടെ ഗുഹ്യസ്ഥാനത്തെ കാത്തുസൂക്ഷിച്ചവരാണ്. അവരൊരിക്കലും ഒരു ചതിയിൽപ്പെട്ടിട്ടില്ല, ഏതെങ്കിലും ഒരു നീചവൃത്തിയിൽപ്പെട്ടിട്ടില്ല, ഒരു നീചവൃത്തിയോടടുത്തിട്ടില്ല. അവരുടെ ഹലാലായ മാർഗത്തിൽ പോലും അവരെ ഒരു പുരുഷൻ സമീപിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അതാ അഹ്സനത്ത് ഫർജഹ, അവരുടെ പാതിവൃത്യം. വകാനത്ത് മിനൽ ഖാനിതീൻ, അവർ ഏറെ റബ്ബിനെ ഭയപ്പെടുന്ന വിനീതയായ ദാസിയായിരുന്നു. അവരുടെ രക്ഷിതാവിന്റെ കലിമാത്തുകളെ, വാക്യങ്ങളെ അവരെ സത്യപ്പെടുത്തി. അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ അവർ ഉൾക്കൊണ്ടു, അത് സത്യപ്പെടുത്തി അംഗീകരിച്ചു. വകാനത്ത് മിനൽ ഖാനിതീൻ, അവർ ഏറെ വിനയമുള്ള, വളരെ ഭയഭക്തിയുള്ളവരായിരുന്നു. ഇതൊക്കെ മറിയം ബീവിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ട് സ്ത്രീകൾ എന്ന് അവിടെ പറഞ്ഞ മോമിനീങ്ങൾക്ക് മാതൃക എന്ന് അന്ന് വിശദീകരിച്ച രണ്ടാള്, ഒന്ന് ആസിയ ബീവി, പേര് പറഞ്ഞിട്ടില്ല, മറ്റൊന്ന് മറിയം. രണ്ടാൾക്കും രണ്ട് നബിമാരുടെ കഫാലത്ത് കിട്ടുകയും ചെയ്തു. രണ്ടാൾക്കും രണ്ട് നബിമാരുടെ കഫാലത്ത് രണ്ടാൾക്കും നിർവഹിക്കാൻ പറ്റും. അതായത് ആസിയ ബീവി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഫീലായി. ഉമ്മ കുഞ്ഞിനെ തൊട്ടിലൊഴുക്കിയപ്പോ രാജകൊട്ടാരത്തിന്റെ ദർബാറിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടിയ പെട്ടി തുറന്നു നോക്കുമ്പോ ആ കുട്ടിയെ കണ്ടപ്പോ ഇതിനെ കൊല്ലരുത് എന്ന് ഫറോവയോട് റെക്കമെൻഡ് പറഞ്ഞ് അവിടെ വളർത്താൻ കാരണക്കാരിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് ഫറോവയുടെ തന്നെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. മൂസാ നബിയുടെ കഫാലത്ത് ആസിയ ബീവിക്കുണ്ട്. അതുപോലെ മഹദിയായ മറിയം, അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഫാലത്താ കിട്ടിയത്. വളർത്തി ഉണ്ടാക്കിയത് ഉമ്മ മറിയമാണ്. ഒരു ബാപ്പയില്ല എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എല്ലാം പേര് ആണുങ്ങളിലേക്ക് ചേർത്ത് പറയുമ്പോ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉപ്പയില്ലല്ലോ, അതുകൊണ്ട് എന്താ ചേർത്ത് പറയുന്നത്? ഈസബ്നു മറിയം. ഈസബ്നു മറിയം. ലോകത്തൊരുപാട് വനിതകൾ കഴിഞ്ഞുപോയി. പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഏക വനിത, സാധാരണ ക്വിസ് മത്സരങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്, അതുപോലും അറിയാത്ത സമുദായത്തിന്റെ മെമ്പർമാരുണ്ട്. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഏക വനിത ഏതാന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. പലരും പറയും ഫാത്തിമ ബീവി ഉണ്ട്, നഫീസത്ത് ബീവി ഉണ്ട് എന്നൊക്കെ പറയും. കാരണം അത് മൗലൂദൊക്കെ ചെല്ലിയ പരിചയമാണ്. പരിശുദ്ധ ഖുർആൻ ആരും പേരില്ല. ആകെ പരിശുദ്ധ ഖുർആനിൽ പേര് വന്ന ഏക വനിത മറിയം ബീവിയാണ്. മറിയം ബീവി. അതേ അവസരത്തിൽ മറ്റു പല ആളുകളെ സംബന്ധിച്ചും സൂചനകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. സൂചന ഒരുപാട് ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമ്രാത്തു ഫിറഔൻ, ഫറോവയുടെ ഭാര്യ എന്ന് പറഞ്ഞു. ആസിയ ബീവി എന്ന് പേരില്ല ഹദീസിലാ വന്നത്, ഖുർആനിൽ. ഇമ്രാത്തുൽ അസീസ് എന്ന് പറഞ്ഞു. ഇമ്രാത്തുൽ അസീസ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചതിയിൽ അന്ന് അകപ്പെടുത്തി എന്ന് ചരിത്രത്തിൽ പറയുന്ന സുലൈഖ എന്ന് പറയപ്പെട്ട ഇമ്രാത്തുൽ അസീസ്, അസീസിന്റെ ഈജിപ്തിലെ അസീസ് രാജന്റെ ആ രാജാവിന്റെ ഭാര്യ എന്നേ പറഞ്ഞുള്ളൂ, പേര് പറഞ്ഞില്ല. ഇമ്രാത്തു ലൂത്ത് എന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ എന്നേ പറഞ്ഞുള്ളൂ, പേര് പറഞ്ഞില്ല. ഇമ്രാത്തു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ എന്നേ പറഞ്ഞുള്ളൂ, പേര് പറഞ്ഞില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആവാ ഇലൈഹി അബവൈഹി. യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവായി ഭരണാധികാരിയായപ്പോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മാതാപിതാക്കൾ വന്നു എന്ന് പറഞ്ഞിടത്ത് മാതാക്കളുടെയും മാതാവിന്റെ പിതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ അബവൈഹി, മാതാവും പിതാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂചന ഉണ്ട്, പേര് പറഞ്ഞിട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെ പറ്റി പരാമർശമുണ്ട്. വൗഹൈനാ ഇലാ ഉമ്മി മൂസാനേ പറഞ്ഞുള്ളൂ, പേര് പറഞ്ഞിട്ടില്ല. ഉമ്മ മൂസ എന്ന് പറഞ്ഞു, മൂസാ നബിയുടെ ഉമ്മ എന്നേ പറഞ്ഞു. ഇമ്രാത്തു ഇമ്രാൻ എന്ന് പറഞ്ഞു, ഹന്ന ബീവിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇമ്രാനിന്റെ മോൾ എന്ന്, ഇമ്രാനിന്റെ ഭാര്യ എന്നാണ് പറഞ്ഞത്. ഖാലത്ത് ഇമ്രാത്തു ഇമ്രാൻ, ഹന്ന എന്ന് പേര് പറഞ്ഞില്ല. അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, ഇണയെയും സൃഷ്ടിച്ചു എന്നേ പറഞ്ഞുള്ളൂ. ഹവ്വ പേര് പറഞ്ഞിട്ടില്ല, പേരതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന് സുവിശേഷം അറിയിച്ച ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, പക്ഷേ പേര് പറഞ്ഞിട്ടില്ല. അവരുടെയും പേര് നമുക്ക് കാണാൻ സാധ്യമല്ല. ഹാജറ ബീവിയുടെയോ അല്ലെങ്കിൽ സാറാ ബീവിയുടെയോ പേര് ഖുർആനിലില്ല.
സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. വംറാത്തി ആഖിറ എന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ഭാര്യ വന്ധ്യയാണ് റബ്ബേ എന്ന്. പേര് പറഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചും ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചും പേര് പറയാതെ പരാമർശങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചും ഹഫ്സ ബീവിയെ കുറിച്ചും ഒക്കെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ സൂചനകളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഒരു അധ്യായത്തിലെ ഏതാനും ആയത്തുകൾ തന്നെ അവതരിച്ചിട്ടുണ്ട്, പക്ഷേ പേര് പറഞ്ഞിട്ടില്ല. അവരെ കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിച്ച കേസ് പറഞ്ഞെടുത്ത സൂറത്തുൻ നൂറിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ആ മഹദിയുടെ പരിശുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ നിരപരാധിത്വത്തെ തെളിയിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഒന്നും പാരായണം ചെയ്യുന്നു. സൂറത്തുൻ നൂറിലെ വാചകങ്ങൾ പേര് പറഞ്ഞിട്ടില്ല, പേര് വന്നിട്ടില്ല. മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പരാമർശമുണ്ട്, പേര് വന്നിട്ടില്ല, പേര് വന്നിട്ടില്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർത്തുപുത്രനായ സയ്യിദ് കല്യാണം കഴിച്ച സൈനബ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല നേരിട്ട് നിക്കാഹ് നടത്തി കൊടുത്ത സവ്വജിനാകഹാ, അവളെ നാം നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു, വിവാഹം ചെയ്തു തന്നു എന്ന് അല്ലാഹു തആല പറയുന്ന ആഹാ എന്ന് പറയുന്ന മിൻഹ എന്നൊക്കെ പറയുന്ന അവൾ, അവർ എന്നൊക്കെ പറഞ്ഞ ആരാണ്? സൈനബ ബിൻത് ജഹ്ഷ്. പക്ഷെ പേരില്ല, പേരില്ല. സൂറത്തുൽ മുജാദല, മുജാദില എന്ന് പറഞ്ഞാൽ തന്നെ തർക്കിക്കുന്ന പെണ്ണ് എന്നാണ്, തർക്കിക്കുന്ന പെണ്ണ്. ഖദ് സമയല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാനും അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാനും വന്ന ഖൗല ബിൻത് സഅലബ, ചരിത്രത്തിൽ കാണാം ഖൗല ബിൻത് സഅലബ. ആ സഹാബ വനിതയാണ് വന്നത്, പക്ഷെ അവരെ കുറിച്ച് സൂചനയേ ഉള്ളൂ, പേരില്ല, പേര് വന്നിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഫാലത്ത് കിട്ടിയ മഹദിയായ ഉമ്മക്ക് ആ മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞന്വേഷിക്കാൻ വേണ്ടി ഉമ്മ സഹോദരിയെ വിട്ടിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഉഖ്തു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി, സഹോദരിയാണ് പറയുന്നത്. ഇതാ മുലയൂട്ടാൻ ഒരാളെ ഞാൻ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഉമ്മന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത്. ഉഖ്തു മൂസ ഉണ്ട്, പക്ഷേ പേര് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ചെറുപ്പത്തിൽ ഈജിപ്ത് വിട്ട് നാട് വിട്ട് അങ്ങ് മദിയൻ എന്ന പ്രദേശത്ത് പോയപ്പോ അവിടെ ഒരു കിണറ്റിനരികിൽ മല്ലന്മാരായ ആണുങ്ങൾക്കിടയിൽ നിന്ന് തങ്ങളുടേതായ ആടുകൾക്ക് വെള്ളം മുക്കിക്കൊടുക്കാൻ പ്രാപ്തിയില്ലാതെ ദുർബലരായി മാറി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ കുറിച്ച് പരാമർശമുണ്ട്. മദിയനിൽ താമസിച്ചിരുന്ന സ്വാലിഹായ ഒരു മനുഷ്യന്റെ, വയോവൃദ്ധനായ ഒരു മനുഷ്യന്റെ രണ്ട് പെൺമക്കളെ കുറിച്ച് പരാമർശമുണ്ട്. പേര് പറഞ്ഞിട്ടില്ല, അവിടെയും പേര് പറഞ്ഞിട്ടില്ല. സബയിലെ രാജ്ഞി എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ബിൽഖീസ് എന്ന പേര് വിശുദ്ധ ഖുർആനിലില്ല. ഇങ്ങനെ ധാരാളം ആളുകളെ കുറിച്ച് സൂചനകളുണ്ട്. എന്നാൽ പേര് പറയപ്പെട്ട ഏക വനിത മറിയം, അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ അവരുടെ പവർ തന്നെയാണ്, അവരുടെ പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പണ്ഡിത ലോകത്തൊരു ചർച്ച നടന്നിട്ടുണ്ട്. ഇവർ നബിയാണ് അഭിപ്രായപ്പെട്ടവരുണ്ട്. മറിയം ബീവിയെ കുറിച്ച് സ്ത്രീകളിൽ ഒരൊറ്റ നബി ഉണ്ട്, അത് മറിയം ബീവിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതൊക്കെ ആ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് ക്രോഡീകരിച്ചിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, വല്ലദീ അലൈഹി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ وهو الذي نقله الشيخ أبو الحسن علي بن إسماعيل الأشعري عنهم أنه ليس في النساء نبية وإنما فيهن صديقات كما قال تعالى مخبرا عن أشرفهن مريم بنت عمران حيث قال وأمه صديقة فوصفها في أشرف مقاماتها بالصديقة فلو كانت نبية لذكر ذلك في مقام التشريف والإعظام فهي صديقة بنص القرآن. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏതാണ്ട് എല്ലാവരും ഏകോപിച്ചു പറഞ്ഞൊരു കാര്യമാണെന്ന്, സ്ത്രീകൾക്കിടയിൽ ഒരു നബിയില്ല, മറിച്ച് അവരുടെ കൂട്ടത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന മഹത്വമുള്ള ആ രത്നത്തെ സംബന്ധിച്ച്, വനിതാ രത്നത്തെ സംബന്ധിച്ച് പോലും അല്ലാഹു തആല ഉമ്മുഹു സിദ്ദീഖത്തുൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ സത്യസന്ധയായിരുന്നു എന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഫലൗകാനത്ത് നബിയ, അവർ നബിയായിരുന്നുവെങ്കിൽ ഈ സത്യസന്ധതയും അവരുടെ മദ്ഹുകളും അവരുടെ പ്രശംസകളും പ്രാധാന്യങ്ങളും ഒക്കെ പറഞ്ഞെടുത്ത് റബ്ബ് എന്തായാലും പറയാതെ പോകില്ലായിരുന്നു. അതുകൊണ്ട് ഫഹിയ സിദ്ദീഖത്തുൻ ബിനസ്സിൽ ഖുർആൻ,
ഖുർആനിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനം അവർ സിദ്ദീഖത്താണ്, ഒരു നബിയാണെന്നതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നാണ് അവരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞ കാര്യങ്ങളുടെ ചർച്ചക്ക് സമാഹാരം കുറിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല ഉന്നത സ്ഥാനത്തിന് അവർ അർഹരായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഉന്നതമായ സ്ഥാനത്തിന് അവർ അർഹരായി. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. മലക്കുകൾ വിളിച്ചു പറഞ്ഞ സന്ദർഭം, ഇവിടെ മലക്കുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് കുറെ മലക്കുകളാണോ, അതോ മലക്കുകൾ എന്ന് ബഹുവചനം പ്രയോഗിച്ചിട്ട് അതുകൊണ്ട് ഒരൊറ്റ മലക്കിനെയാണോ ഉദ്ദേശിക്കപ്പെടുന്നത്? രണ്ടഭിപ്രായവും പണ്ഡിത ലോകത്തുണ്ട്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറഞ്ഞതെന്നാണ് ഒരഭിപ്രായം. വേറെ മലക്കുകളല്ല, ജിബ്രീൽ തന്നെയാണ്. എന്താണ് പറയുന്നത്? യാ മറിയം, ഓ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, നിശ്ചയം അല്ലാഹു താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രത്യേകത നൽകിയിട്ടുള്ളത് അവരുടെ ജനനത്തിൽ തന്നെ പ്രത്യേകത, ജനനത്തിൽ തന്നെ പ്രത്യേകത. കാരണം പ്രത്യേകമായ നിലക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കഫാലത്ത് കിട്ടി. വതഹറകി, നിന്നെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അഥവാ ഒരു ദുസ്വഭാവവുമില്ല, ഒരു മ്ലേച്ഛതയുമില്ല, അന്ധവിശ്വാസങ്ങളില്ല, ദുരാചാരങ്ങളില്ല, എന്തെങ്കിലും നിലക്ക് ഒരു അല്പം ന്യൂനതയെങ്കിലും പറയാനില്ലാത്ത നിലക്ക് അവരുടെ സ്വഭാവ രംഗത്തും അവർക്ക് റബ്ബ് പരിശുദ്ധി കൊടുത്തു. അതുപോലെ തന്നെ വേറെയും അവരെ റബ്ബ് പ്രത്യേകമായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഒരു ഭർത്താവില്ലാതെ ഒരു പിതാവില്ലാതെ തന്നെ ഒരു കുഞ്ഞിന്, അഥവാ ഈസ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകനാകുന്ന വ്യക്തിത്വത്തിന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ, അതിന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ ഗർഭപാത്രത്തിന്റെ ഉടമയായി അവരെ തെരഞ്ഞെടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഈ നിലക്കൊക്കെയുള്ള പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് നൽകി. ആ രൂപത്തിലൊക്കെ ധാരാളക്കണക്കിന് പ്രാധാന്യങ്ങളും പ്രത്യേകതകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭ്യമായ പ്രശസ്തയായ പ്രാധാന്യമുള്ള വ്യക്തിത്വമായിരുന്നു മറിയം, ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. ഇനി അള്ളാഹു അവരെ കുറിച്ച് പറയാണ്. അവരിങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഫാലത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ അവർ വളർന്നു വലുതായി പ്രായപൂർത്തിയെത്തുമ്പോ, വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനാ ശർഖിയ്യാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. വദ്കുർ ഫിൽ കിതാബി മറിയം, വേദഗ്രന്ഥത്തിൽ മറിയമിനെയും നീ ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു. വേദഗ്രന്ഥത്തിൽ പലരെയും ഓർക്കാൻ പറഞ്ഞല്ലോ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ആ കൂട്ടത്തിൽ പറയാണ് വദ്കുർ ഫിൽ കിതാബി മറിയം, വേദഗ്രന്ഥത്തിൽ മറിയമിനെയും നീ ഓർക്കുക നബിയേ. മറിയം ബീവിയുടെ ഇനെ തുടർന്നങ്ങോട്ട് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നോമനയുടെ ജനനത്തിന് കാരണമായ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. ഇദിൻ തബദത്, അവർ വിട്ടുമാറി താമസിച്ചപ്പോൾ. മറിയം ബീവി ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊരൽപ്പം ദൂരേക്ക് മാറി താമസിച്ചു. മിൻ അഹ്ലിഹാ, അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ വേറിട്ട് താമസിക്കുകയാണ്. മക്കാനൻ ശർഖിയ്യ, കിഴക്കു ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് അവര് താമസിക്കുകയാണ്. ഇബാദത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് വല്ലാത്ത ആബിദത്തായിരുന്നു അവരെന്നാണ്. ധാരാളക്കണക്കിന് ഇബാദത്ത് നിർവഹിച്ചിരുന്നവർ. ഹദീസുകളിലൊക്കെ ചരിത്രങ്ങളിലൊക്കെ അവരെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഇബാദത്തിന്റെ മഹത്വം പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മഹദിയുടെ ഇബാദത്തിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകളിലൊക്കെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ മഹദിയെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അവരെ അല്ലാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇഖ്താറഹാ ലികസ്റതി ഇബാദതിഹാ വസഹാദതിഹാ വശറഫിഹാ വതഖറഹാ മിനൽ അക്ദാരി വൽ വസ്വാസ് വസ്തഫാഹാ സാനിയൻ മറത്തൻ ബഅദ മറ ലിജലാലതിഹാ ലാ നിസാഇൽ ആലമീൻ. ഇഖ്താറഹാ, അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു ലികസ്റതി ഇബാദതിഹാ, ധാരാളം ഇബാദത്ത് എടുക്കുന്നവർ. ഇബാദത്ത് തന്നെ ധാരാളം ഇബാദത്ത് എടുക്കും.
മാത്രമല്ല കൽപ്പനയുണ്ട്, യാ മറിയമു ഖുനുതീ ലിറബ്ബികി വസ്ജുദീ വർകഈ മഅർ റാക്കിഈൻ. ഓ മറിയമേ, മലക്കുകൾ വിളിച്ചു പറഞ്ഞു, മറിയമേ ഉഖ്നുതീ ലിറബ്ബികി, നീ നിന്റെ റബ്ബിന് വേണ്ടി വളരെ വിനീതയായി ഭയത്തോടെ ജീവിക്കൂ. വസ്ജുദീ, നീ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യൂ. വർകഈ, റുകൂഅ നിർവഹിക്കൂ. മഅർ റാക്കിഈൻ, റുകൂഅ ചെയ്യുന്നവരുടെ കൂടെ. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ സുജൂദ് എന്ന് പറയും. നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ ഒരു പാർട്ട് പറയുന്ന സ്വഭാവം പരിശുദ്ധ ഖുർആനിലുണ്ട്. റുകൂഅ് എന്ന് പറയുമ്പോൾ റുകൂഅ് മാത്രമല്ല ഉദ്ദേശിക്കുന്ന നിസ്കാരം, സുജൂദ് എന്ന് പറയുമ്പോൾ സുജൂദ് മാത്രമല്ല നിസ്കാരം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് അവരോട് കൽപ്പന വന്നതാണ്, റബ്ബിനെ വളരെ വിനീതയായി ജീവിക്ക്, സുജൂദ് ചെയ്യ്, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കൂ. ധാരാളം ഇബാദത്ത് ചെയ്യാനും സുജൂദ് ചെയ്യാനും വിനീതയാകാനും ധാരാളക്കണക്കിന് കാര്യങ്ങൾ അവരിങ്ങനെ അള്ളാഹു പ്രത്യേകമായി അവർക്ക് ഇങ്ങനെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. കണ്ടോ, അത് പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം. ലിമാ യുരീദുല്ലാഹു ബിഹാ മിനൽ അംരില്ലദീ ഖദ്ദറഹു വഖദാഹു മിമ്മാ ഫീഹി മഹനത്തുൻ ലഹാ വരിഫഅതൻ ഫിദ്ദാറൈൻ ബിമാ ദഹറല്ലാഹു തആല ഫീഹാ മിൻ ഖുദ്റതിഹിൽ അളീമ ഹൈസു ഖലഖ മിൻഹാ വലദൻ മിൻ ഗൈരി അബിൻ. കണ്ടോ, അവർക്കിനി ഭാവിയിൽ ചില പരീക്ഷണങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അവരുടെ ഭാവിയിൽ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ രണ്ട് ലോകത്ത് നല്ല കരുത്തോടുകൂടി കരുത്ത് നേടാനൊക്കെ പ്രാപ്തയാക്കുന്ന നിലക്ക് ഇബാദത്തിലൂടെയൊക്കെ മനക്കരുത്ത് കിട്ടുന്നതാണ് അതിലെ സൂചന. ലോണ ഇബാദത്തിലൂടെ മനക്കരുത്ത് വർദ്ധിപ്പിച്ചു. ഞാനെന്ത് പറഞ്ഞാലും മനസ്സിന് ഏശാത്ത നിലക്കുള്ളൊരു മനക്കരുത്ത്, ആ രൂപത്തിൽ അവർക്ക് പ്രത്യേകതകൾ അല്ലാഹു തആല നൽകി എന്നാണ്. അപ്പൊ വലിയ ആബിദത്തായിരുന്നു. മറിയം എന്ന പേരിന് തന്നെയും ആ അർത്ഥമുണ്ടെന്നാണ് ചില മുഫസ്സിരീങ്ങൾ പറയുന്നത്. ആബിദ, ധാരാളം ഇബാദത്ത് ചെയ്യുന്നവർ. വേറെ ചിലർ പറഞ്ഞത് അത് സുറിയാനി പദമാണ്, അല്ലെങ്കിൽ ഹിബ്രു പദമാണ്. അതിന്റെ അർത്ഥം, അതിന് വേറൊരു അർത്ഥമുള്ളത് അവർ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ റബ്ബിന് വേണ്ടി സേവനം ചെയ്യുന്ന ഖാദിമ, ആ അർത്ഥത്തിലും പറഞ്ഞു. എന്തായാലും അവരുടെ പേര് തന്നെയും പ്രശസ്തമാണ്. ഇതൊക്കെയും അവരുടെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതിപാദനങ്ങളാണ്. അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചാണ് പറയുന്നത്, അവർ വിട്ടുമാറി നിൽക്കണം ഇബാദത്തിന് വേണ്ടി. കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് അവരതിനു വേണ്ടി പ്രത്യേകമായി ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ജനങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്നുകൊണ്ട് അവരൊരു മറ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ ഇബാദത്തുകളിലായി ഏകയായി കഴിച്ചുകൂട്ടുകയാണ്. ആ അവസരത്തിലാണ് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. അവിടുന്നാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള സുവിശേഷം അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിലൂടെ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ മറക്കാതെ ഓർത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ, അവരുടെ പാത പിൻപറ്റുവാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين والحقنا بالصالحين. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.